VS-ന്റെ സമരസംഘടനാ പ്രവർത്തനത്തിൽ, തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തനങ്ങളിൽ സംഘാടന മികവിൻ്റെ ഒരുപാട് അടയാളങ്ങൾ, ഉദാഹരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന കൊല്ലത്തിൻ്റെ മണ്ണിലേക്കാണ് VS ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ചാത്തന്നൂരെത്തിയിട്ടേ ഉള്ളൂ. ഇനി കുട്ടിയമടക്കം മുന്നോട്ട് ഏറെ ദൂരമുണ്ട് VS-ന് ആലപ്പുഴയിലേക്ക്, ജന്മനാട്ടിലേക്ക്. പക്ഷേ പ്രവർത്തകർ VS-നെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരാകെയും വന്ന് പൊതിയുകയാണ് ആ വാഹനത്തിന് ചുറ്റും. അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ്, ചാത്തന്നൂരിലെത്തിയിരിക്കുന്നു. ഈ വിലാപയാത്ര നിശ്ചയിച്ചതിലൊക്കെ വൈകിയാണ്, ഏറെ വൈകിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സംഘടനാ നേതൃത്വമടക്കം, CPM-ൻ്റെ നേതാക്കളടക്കം സമയത്തെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അവരുടെ കണക്കൂട്ടലുകളെയൊക്കെ തെറ്റിക്കുന്ന തരത്തിൽ വലിയ ആൾക്കൂട്ടമാണ് ഈ വഴി അത്രയും. അത് VS-നോടുള്ള സ്നേഹം ഇങ്ങനെ പെയ്തിറങ്ങുന്ന രാത്രി നമ്മൾ കൺമുന്നിൽ കാണുകയാണ്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അതിലൊരു സംശയവുമില്ല. അതായത് 1:15 മണി ആകുന്നു ഈ സമയം. ഏതാണ്ട് 12 മണിക്കൂർ, 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ 12 മണിക്കൂർ, 11ാം മണിക്കൂറാണ്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് VS-ന്റെ മൃതശരീരവും ഗോകുല നിസ്സംശയം പറയാം. അതായത് ഇപ്പോൾ തന്നെ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു. അതായത് നിലവിൽ പ്രതീക്ഷിച്ച സമയത്തിനേക്കാൾ 6 മണിക്കൂർ വൈകിയാണ് ഈ വിലാപയാത്ര കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, അവർ തന്നെ പറയുന്നുണ്ട്. പാരിപ്പള്ളി കടന്ന് ചാത്തന്നൂർ കടന്നത് മുന്നോട്ട് പോവുകയാണ് വിലാപയാത്ര. 8 പോയിന്റുകളാണ് കൊല്ലം ജില്ലയിലുള്ളത്. കൊല്ലം ജില്ലാ അതിർത്തി ഓച്ചിറയിൽ, ജില്ലാ അതിർത്തി ആലപ്പുഴ ജില്ലാ അതിർത്തിയിലേക്ക് പ്രവേശിക്കും. അതിന് മുമ്പ് 8 പോയിന്റുകളുണ്ട്. രണ്ടാമത്തെ പോയിന്റിലേക്ക്, പാരിപ്പള്ളി കഴിഞ്ഞ് ചാത്തന്നൂരിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ജനസഞ്ചയം, CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവർ ഒഴുകിയെത്തുന്നു. VS-നെ ഇഷ്ടപ്പെടുന്നവർ ഒഴുകിയെത്തുന്നു. ഇതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഗോകുൽ, ഈ കഴിഞ്ഞ 1 മണിക്കൂറായി മഴ കനത്തു പെയ്യുകയാണ് ഈ മേഖലയിൽ. ആ മഴയൊന്നും അവഗണിക്കാതെ ഇങ്ങനെ VS-നെ ഇഷ്ടപ്പെടുന്നവർ, VS-നെ സ്നേഹിക്കുന്നവർ, അവരിങ്ങനെ അവരുടെ സ്നേഹവായ്പുമായി ഈ വാഹന വ്യൂഹത്തിന് ചുറ്റും വന്നു ചേരുന്നു. ഈ റോഡിലേക്ക് ഇറങ്ങി വരുന്നു, വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നു. കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് നിൽക്കുന്ന അമ്മമാർ, അവർ മഴ നനഞ്ഞ് നിൽക്കുകയാണ് VS-ന് ഒരു നോക്കു കാണാൻ. കുഞ്ഞുങ്ങളുടെ കയ്യിൽ റോസാ പുഷ്പങ്ങളുണ്ട്. അവർ VS-ന് നൽകാൻ റോസാ പുഷ്പങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ട്. ഒരു പിടി രക്തപുഷ്പങ്ങൾ അമ്മമാരുടെ കയ്യിലുണ്ട്. ഈ വാഹനത്തിന് നേർക്ക് പോലും ഒരു അമ്മയ്ക്ക് വാഹനം മാറിപ്പോയതാകാം. ആ അമ്മ കയ്യിൽ കരുതിയിരുന്ന ഒരു പിടി രക്തപുഷ്പം എടുത്തെറിഞ്ഞത് VS-നാണ്. അത്തരത്തിൽ അങ്ങേയറ്റം വികാര വായ്പോട് കൂടിയാണ് പൊതുജനങ്ങൾ VS-ന് അന്ത്യയാത്ര നൽകുന്നത്, അന്ത്യ അഭിവാദനം നൽകുന്നത്. ഇതിൽ ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്ര കണ്ട് കേരളം സ്നേഹിച്ചതിൻ്റെ തെളിവ് നമ്മൾ കണ്ടിട്ടില്ല ഗോകുൽ. അതുപോലെ ഈ മഴ അവഗണിച്ചുകൊണ്ട് ഇരുചക്ര വാഹനങ്ങളിലും മറ്റു വാഹനങ്ങളിലും ഒക്കെയായി ഈ വിലാപയാത്രയെ അനുഗമിക്കുന്ന വലിയൊരു നീണ്ട നിര നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതല്ലാതെ തന്നെ ചിലയിടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് അവരുടെ വികാരമായി പവർ മുദ്രാവാക്യം ഉയർത്തുന്നു. കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നൊക്കെ മുദ്രാവാക്യം ഉയർത്തി അവർ ഈ ബസ്സിന് നേരെ VS-ന്റെ ഭൗതികദേഹം കൊണ്ടുവരുന്ന ബസ്സിന് നേരെ അവർ വന്ന് അവർ മുഷ്ടി ചുരുത്തി മുദ്രാവാക്യം ഉയർത്തി അവർ അവിടെ നിന്ന് വികാര വായ്പോടുകൂടി സംസാരിക്കുന്നതും മുദ്രാവാക്യം ഉയർത്തുന്നതും ആ വണ്ടി അനുഗമിക്കുന്നതും ഒരു പദയാത്രയെ അതിനൊപ്പം വരുന്നതും ഒക്കെ കാണുകയാണ്. എത്രയോ സമയമായി, എത്രയോ മണിക്കൂറായി ഈ വിലാപയാത്ര സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടപടികളിലൊന്ന് ചില ഇടങ്ങളിലെത്തുമ്പോൾ അത് വേഗത കടുപ്പിച്ചങ്ങ് പോകുക എന്നുള്ളതാണ്. കാരണം കൂടെ ഇങ്ങനെ ജനം ഒഴുകുകയാണ്. അങ്ങനെ ജനം ഒഴുകിയാൽ ഇത് പിന്നെയും ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വൈകുമെന്നുള്ള കാര്യം പാർട്ടി നേതാക്കൾക്കറിയാം, പാർട്ടിക്കറിയാം. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ വേഗത കൂട്ടി അങ്ങ് പോകുകയാണ്. നോക്കുക, ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം വീട്ടമ്മമാർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് VS-നെ ഒരു നോക്ക് കാണാൻ. സ്ത്രീകളാണ് അതിൽ വന്ന് നിൽക്കുന്നത്. ഗോകുല നോക്കൂ, തിരുവനന്തപുരത്ത് നിന്ന് ഈ വിലാപയാത്ര ആരംഭിച്ച ആ വിലാപയാത്ര കൊല്ലം ജില്ല
കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ പിന്നിടുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്ന് VS-നെ കാണാൻ ഈ റോഡിന് ഇരുവശത്തേക്കും വന്നു നിൽക്കുന്നവരിലധികവും സ്ത്രീകളാണ്. ഈ 1.5 മണിക്കും അവർ വന്നങ്ങനെ നിൽക്കുകയാണ്. അവരുടെ കുഞ്ഞുങ്ങളുമായി, അവരുടെ കുട്ടികളുമായി അമ്മമാർ വന്ന് നിൽക്കുന്നു. അവരുടെ അമ്മമാരുണ്ട്, അവരുടെ മുത്തശ്ശിമാരുണ്ട്, അവരെല്ലാം വന്ന് നിൽക്കുന്നു. അവർക്കൊക്കെ VS-നെ അറിയാം, അവർക്കെല്ലാവർക്കും അറിയാം. അവരുടെ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച നേതാവാണ് VS അച്യുതാനന്ദൻ. VS-നെ അങ്ങനെ അവർ അടയാളപ്പെടുത്തുന്നുണ്ട്. അവരുടെ മാത്രം കാര്യമാണോ? അത് അങ്ങനെയല്ല. അവരുടെ മാത്രം കാര്യമല്ല അത്. പ്രകൃതിക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി, മണ്ണിനു വേണ്ടി, പുഴയ്ക്ക് വേണ്ടി, കായലിനു വേണ്ടി, മനുഷ്യനു വേണ്ടി അങ്ങനെ എന്തെന്നില്ലാതെ നടന്നു കയറിയ പോരാളിയുടെ പേരാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദന് അവസാനമായി ഏറ്റവും വൈകാരികമായ യാത്രയപ്പ് അദ്ദേഹത്തിന് കേരളം നൽകുന്നു, ജനസഞ്ചയം നൽകുന്നു. ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തി അവരുടെ സ്നേഹം, അവരുടെ വികാരവായ്പൊക്കെ പ്രകടിപ്പിക്കുന്നു. അത് അങ്ങേയറ്റം ആവേശകരമായ ഒരു കാഴ്ച കൂടിയാണ് ഗോകുൽ. അത് അവരുടെ VS-നോടുള്ള സ്നേഹം കാണുമ്പോൾ അത് അങ്ങേയറ്റം വൈകാരികവും അത് അങ്ങേയറ്റം ആവേശജനകവുമാണ് ഈ ഘട്ടത്തിൽ എന്നുള്ള കാര്യം ഓർക്കാതെ വയ്യ. നോക്കൂ, ഇതിന് ഈ വിലാപയാത്ര ഇനി കടക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ തീരദേശ മേഖലകളിലേക്കാണ്. സ്വാഭാവികമായി തീരദേശ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികൾ, മറ്റ് സംഘടിത അസംഘടിത തൊഴിലാളികളൊക്കെ ഉണ്ട്. ആ തൊഴിലാളികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി, അവരുടെ ചോരയ്ക്ക് അവരുടെ അവകാശത്തിന്റെ കരുത്തുണ്ടെന്ന് അവരെ പഠിപ്പിച്ച നേതാവിന് വേണ്ടി അവർ ഉറപ്പായും ആ വഴികളിൽ കാത്തു നിൽക്കും. അവർ മുദ്രാവാക്യം ഉയർത്തും. ആ സ്നേഹം അവർക്ക് കൈമാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ അങ്ങേയറ്റം വൈകാരികമായി വികാരവായ്പോടുകൂടെ കാണുന്നത് VS-നെയും വഹിച്ചുകൊണ്ടുവരുന്ന വാഹനം പെട്രോൾ പമ്പിലേക്ക് കയറ്റിയത്, മനസ്സിലാക്കുന്നത് പെട്രോൾ അടിക്കാനോ മറ്റോ പെട്രോൾ പമ്പിലേക്ക് കയറ്റിയതാണ്. അവിടെ ചെറുതായി ആ വാഹനം നിർത്തുന്ന ഘട്ടത്തിൽ തന്നെ പ്രവർത്തകർ, ഈ അകമ്പടി സേവിച്ച പ്രവർത്തകർ അവരുടെ വാഹനം റോഡുകളിൽ നിർത്തിയിട്ട് കൊടികളുമായി പാഞ്ഞെടുത്തത് VS-നെ കാണുന്ന കാഴ്ച. അതായത് ആ വാഹനം ഒന്ന് ചെറുതായി ഒന്ന് സൈഡാക്കുന്നു, അല്ലെങ്കിൽ ആ വാഹനം ഒന്ന് അതിന്റെ വേഗത കുറച്ചൊരു വശത്ത് ഒതുക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അവിടേക്ക് പ്രവർത്തകർ കുതിച്ചെത്തുന്നു. അത് ഈ സ്നേഹവായ്പ VS-നോട് അറിയിക്കാനാണ്. ഈ രണ്ടക്ഷരത്തോടുള്ള അവരുടെ വികാരവായ്പ, അവരുടെ അന്ത്യാഭിവാദനം നൽകുന്നതിന് വേണ്ടി അവരങ്ങനെ പാഞ്ഞെത്തുകയാണ്. ഗോകുൽ, ഈ കാഴ്ച തുടരും. ഈ കാഴ്ച അത് കൊല്ലം ജില്ലയിൽ മാത്രമല്ല, VS-ന്റെ സ്വന്തം തട്ടകമായ, ജന്മസ്ഥലമായ ജന്മ മേഖല ഉൾപ്പെടുന്ന ജില്ലയായ ആലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ അത് ആ വൈകാരികമായ ആ ഒരു സമീപനം അത് അണപൊട്ടുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. VS-ന്റെ കർമ്മബാന്ധവം ഏതാണ്ട് 7 പതിറ്റാണ്ട് കൊല്ലം VS തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രധാന മണ്ഡലമായി കണ്ടിരുന്ന തിരുവനന്തപുരം ജില്ലയിൽ അങ്ങേയറ്റം വൈകാരികമായ യാത്രയപ്പാണ് അദ്ദേഹത്തിന് നൽകിയത്. 10 മണിക്കൂർ പിന്നിട്ടു തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണം അതിർത്തി ഈ വിലാപയാത്ര പിന്നിടുന്നതിന് ഏതാണ്ട് 10 മണിക്കൂർ പിന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുതന്നെയാണ് നേതാക്കൾ അനൗൺസ് ചെയ്യുന്നത്. 6 മണിക്കൂർ ഇപ്പോൾ തന്നെ വൈകിയാണ്. പാർട്ടി നേതൃത്വം തീരുമാനിച്ചതനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ അവർ കണക്ക് കൂട്ടിയതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒരു പുലർച്ചെ 2 മണിയോടുകൂടി ആലപ്പുഴയിലേക്ക് ഈ വിലാപയാത്ര എത്തിച്ചേരുമെന്നാണ്. ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, തൽക്കാലം കൊല്ലം ആലപ്പുഴ അതിർത്തി പോലും കടക്കാനായിട്ടില്ല. അത് ഈ തിരുവനന്തപുരം അതിർത്തി കടന്ന് പാരിപ്പള്ളിയും കടന്ന് ചാത്തന്നൂർ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ, അങ്ങനെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. അതിവൈകാരികം ഗോകുൽ, അതിവൈകാരികം എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷെ അതിശോക്തിയായി പോകും. അത്ര കണ്ട് VS-നെ സ്നേഹിക്കുന്ന മനുഷ്യർ, അവരുടെ വികാരവായ്പ, അവരുടെ പ്രകടനം, അവരുടെ സ്നേഹപ്രകടനം, തങ്ങളുടെ നേതാവിനോടുള്ള, തങ്ങൾ വിശ്വസിച്ച നേതാവിനോടുള്ള അവരുടെ ഇഷ്ടപ്രകടനം, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറിൽ. അവിടെയൊക്കെ ഈ വാഹനം നിർത്തിയിരിക്കുന്നിടത്ത് സ്ത്രീകളുണ്ട്. അവരും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. പലയിടങ്ങളിലും സ്ത്രീകളെ കണ്ടു. അവർ പറയുന്നത്, ഞങ്ങൾ ഇത്രയും മണിക്കൂർ സഖാവിന് വേണ്ടി കാത്തു നിന്നില്ലേ, ഇനി എന്തായാലും ഒന്ന് കണ്ടിട്ട് പോയാൽ ഇനിയും കാത്തു നിൽക്കാൻ തയ്യാറാണ്. ആ ഒരു വൈകാരികമായ തീരുമാനത്തോടു കൂടി ഈ VS-ന്റെ ഭൗതികദേഹം കാണുന്നതിന് വേണ്ടി, അവസാനമായ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അന്ത്യാഭിവാദനം അർപ്പിക്കുന്നതിന് വേണ്ടി